കഴിഞ്ഞ 2 മാസക്കാലമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്ന പ്രവചനം ദ ജേണോയിൽ നടത്തുകയാണ്. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരത്തിലെത്തുമെന്ന് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ അതങ്ങനെയല്ല എന്നാണ് ദ ജേണോയുടെ കണക്കുകൂട്ടൽ. അവിടെ 149 സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി അധികാരത്തിലെത്തും എന്നാണ് ഞങ്ങളുടെ നിരീക്ഷണം. ഇത് ഓരോ മണ്ഡലം തിരിച്ച്, ഓരോ മേഖലകൾ തിരിച്ച് സൂക്ഷ്മമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ അറിയാവുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരും അവിടെയുള്ള വ്യക്തികളുമൊക്കെ നടത്തുന്ന പഠനങ്ങളുടെയൊക്കെ ആകെത്തുകയായി മഹാരാഷ്ട്രയുടെ ഒരു പൊളിറ്റിക്കൽ പൾസ് തിരിച്ചറിഞ്ഞ് ദ ജേണോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘടകങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ്. 149 സീറ്റ്, അതിൽ +or-6 എന്നും 143 മുതൽ 155 വരെ, അതിൻ്റെ ശരാശരി എന്നുള്ള നിലയിൽ 149. BJP നേതൃത്വം നൽകുന്ന മഹായുതിക്ക് 126 സീറ്റുകൾ, +or-6, അപ്പോൾ 120 മുതൽ 132 വരെ. മറ്റുള്ളവർക്ക് 13 സീറ്റുകൾ, ഒരുപക്ഷെ അത് 17 വരെ, 13 മുതൽ 17 വരെ എന്നുള്ള റേഞ്ച്. എങ്കിലും പരമാവധി 13 സീറ്റുകൾ എന്നൊരു കണക്കുകൂട്ടലാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ 149, 126, 13, അതിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP തന്നെ മാറും എന്ന് ഞങ്ങളും ഉറപ്പിച്ചു പറയുന്നു. കാരണം 149 സീറ്റിൽ മത്സരിക്കുന്ന BJPക്ക് അവിടെ 77 സീറ്റുകൾ വരെ നേടാനാകും. കോൺഗ്രസ് ആയിരിക്കും രണ്ടാമത്തെ വലിയ കക്ഷി, 58 സീറ്റുകൾ വരെ കോൺഗ്രസിന് നേടാനാകും. 3-ാം സ്ഥാനത്ത് ശരത് പവാറിൻ്റെ NCP വരും, 49 സീറ്റുകൾ നേടും. 4-ാം സ്ഥാനത്ത് ഉദ്ധവിൻ്റെ ശിവസേനയായിരിക്കും, 41 സീറ്റുകൾ. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 28 സീറ്റുകളും അജിത് പവാറിൻ്റെ NCPക്ക് 21 സീറ്റുകളുമാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ പ്രകാരമുള്ളത്. അപ്പോൾ 143 മുതൽ 155 വരെ എന്ന റേഞ്ചിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടിക്ക് സീറ്റുകൾ നേടാനായാൽ ഉറപ്പായും കേവല ഭൂരിപക്ഷം മറികടന്ന് ഭരണമുറപ്പിക്കാൻ അവർക്ക് സാധിക്കും എന്ന് വ്യക്തമാവുകയാണ്. ഓരോ മേഖലകൾ തിരിച്ച് പഠനം നടത്തുമ്പോഴും 2 ഇടങ്ങൾ ഒഴികെ, ഇപ്പോൾ വടക്കൻ മഹാരാഷ്ട്രയും കൊങ്കൺ മേഖലയും, ഈ 2 മേഖലകളിൽ ഒഴികെ കാര്യമായ ഭീഷണി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടിക്ക് ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ മുംബൈയിലടക്കം, അവിടെ ശിവസേനയുടെയും BJPയുടെയും ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രകടനം നടത്തിയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ മുംബൈ മേഖലയിലടക്കം BJP ഷിൻഡെ സഖ്യത്തിന് ഒരു ആധിപത്യം നേടാനാകില്ല എന്ന കണക്കുകൂട്ടലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിദർഭയിലും മറാത്താവാദയിലും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലും ഒരു ക്ലീൻ സ്വീപ്പിന് സമാനമായ പ്രകടനം കോൺഗ്രസിനും NCP SPക്കും ശിവസേനയ്ക്കും സാധിക്കും എന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 143 മുതൽ 155 വരെ സീറ്റുകൾ മഹാവികാസ് അഘാടിക്ക് നേടാനാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. BJPക്ക് 120 മുതൽ 132 വരെ എന്ന റേഞ്ച്. അതായത് കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് ഏതെങ്കിലും സ്വതന്ത്രന്മാരെ കൂട്ടിപ്പോലും BJP ശിവസേന അജിത് പവാർ സഖ്യത്തിന് എത്താൻ സാധിക്കാത്ത വിധത്തിൽ അകലത്തിലായിരിക്കും BJP നിൽക്കുക എന്നുള്ളതാണ് ഈ കണക്കുകൂട്ടലിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഒരുപാട് അവകാശവാദങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലഡ്കി ബഹൻ യോജന പോലെയുള്ള സ്ത്രീകൾക്ക് പണം കൊടുക്കുന്ന പരിപാടി ഏകനാഥ് ഷിൻഡെയ്ക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നും അത് ആ സഖ്യത്തിന് വോട്ടായി മാറുമെന്നും ഒക്കെയുള്ള കണക്കുകൂട്ടലുകൾ ഉള്ളപ്പോഴും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, കർഷകർക്കുള്ള നിരാശ, തൊഴിലില്ലായ്മ, ഇത്തരം ഘടകങ്ങളെല്ലാം മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മോദി തരംഗം ഒന്നുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ഈ ലഡ്കി ബഹൻ യോജനയുടെ മാത്രം പിൻബലത്തിൽ BJP സഖ്യത്തിന് ജയിച്ചു കയറാനാകില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഒരുപാട് മനുഷ്യരുമായി നേരിട്ടും അല്ലാതെയുമൊക്കെ നമുക്ക് സംവദിക്കാൻ സാധിച്ചു. അങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ അടുത്തറിയുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു കണക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ അതിശയോക്തി
ഉണ്ടാകുന്നവരുണ്ടാകാം. പക്ഷേ ആ അതിശയോക്തിയെ നമ്മുടെ മുന്നിലുള്ള ഡാറ്റകൾ കൊണ്ട് മറികടക്കാനാണ് തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 149, 126, 13 എന്ന കണക്കിൽ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്ന വിശ്വാസമാണ് ദ ജേണോ വച്ചു പുലർത്തുന്നത്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായതിനേക്കാൾ ആവേശം ജനിപ്പിക്കുന്ന മറ്റൊരു പോരിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. എക്സിറ്റ് പോൾ പോര്. ചില എക്സിറ്റ് പോളുകൾ മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരം നിലനിർത്തുമെന്ന് പ്രവചിക്കുമ്പോൾ മറ്റു ചിലർ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി അധികാരത്തിലേക്ക് എത്തും എന്നതാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലം ഇന്ത്യയിലെ അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യയുടെ വകയായിരുന്നു. അവർ ഇത്തവണ ചാനലുകളുമായി ചേർന്നൊന്നുമല്ല എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത്, സ്വതന്ത്രമായാണ്. കഴിഞ്ഞ ഹരിയാന, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലും സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ അവരുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത്. അതിൽ ജമ്മു കാശ്മീർ ശരിയായി, ഹരിയാന തെറ്റി. ഇക്കുറി ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വലിയ വ്യത്യാസത്തിൽ BJPയെ പരാജയപ്പെടുത്തി അധികാരം നിലനിർത്തും എന്ന് പ്രവചിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ 200 സീറ്റുകൾ വരെ നേടി BJP സഖ്യം അധികാരം നിലനിർത്തും എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതായത് BJP സഖ്യം അധികാരത്തിൽ എത്തുമെന്ന് പ്രവചിക്കുന്ന മറ്റ് എക്സിറ്റ് പോളുകൾ പരമാവധി 170 സീറ്റുകൾ വരെ മാത്രം BJP സഖ്യത്തിന് നൽകുമ്പോൾ ഇവിടെ 200 സീറ്റുകൾ വരെ നേടി ഒരു ക്ലീൻ സ്വീപ്പ് BJP സഖ്യം നടത്തുമെന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലത്തിനെതിരെ വലിയ വെല്ലുവിളികളുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുന്നാ ഭയ്യ എന്ന പ്രൊഫൈലിൽ നിന്നുണ്ടായതാണ്. ഈ മുന്നാ ഭയ്യ മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും നിരന്തരമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പുറത്തുവിടുകയും ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നാ ഭയ്യയുടെ രാഷ്ട്രീയ അവലോകനങ്ങളും മണ്ഡലം തിരിച്ചുള്ള പഠനവുമൊക്കെ രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണകരമായ ഒന്നായിരുന്നു. നമ്മളൊക്കെ നിരന്തരമായി മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം അറിയാൻ ആശ്രയിച്ചിരുന്ന ഒരു പ്രൊഫൈലാണ്. അപ്പോൾ ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ, സാധ്യതകൾ, ഏറ്റവും ഒടുവിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രീ പോൾ ഫലം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ ഫലം, അതെല്ലാം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിൻ്റെതായി ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ മണ്ഡലം തിരിച്ച് ആർക്കാണ് വിജയസാധ്യത എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ മേഖല തിരിച്ച് മുന്നണികൾക്ക് കിട്ടുന്ന സീറ്റുകൾ എത്രയെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ മുന്നാ ഭയ്യ ഈ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ ട്വിറ്റർ മാത്രമല്ല മഹാരാഷ്ട്ര സംസ്ഥാനം തന്നെ താൻ ഉപേക്ഷിക്കും എന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്.